സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളം പറഞ്ഞായിരുന്നു. 1991 ഏപ്രിൽ മാസം 18 അല്ലേ? അടുത്ത 91 ഏപ്രിൽ മാസം 18 അല്ലേ? സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 1991 ഏപ്രിൽ മാസം 18 സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ പട്ടണം ഏതാണ്? പട്ടണം അല്ലെങ്കിൽ നഗരം ചോദിച്ചാൽ ഏതാണ്? സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ആദ്യ ഇന്ത്യൻ പട്ടണം എന്ന് ചോദിച്ചാലോ ആദ്യ ഇന്ത്യൻ നഗരം എന്ന് ചോദിച്ചാലോ ഏതാ കുട്ടികളെ? സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ പട്ടണം, ആദ്യ ഇന്ത്യൻ നഗരം. പറഞ്ഞേ, ഏതാണ് പട്ടണം, ഏതാണ് നഗരം? സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ആദ്യ ഇന്ത്യൻ പട്ടണം, അത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു ബേസ് ചോദ്യമാണ്. അത് 1989 ഏതാണ് കുട്ടികളെ? കോട്ടയമാണ് അല്ലെ? 1989 കോട്ടയമാണ് സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ആദ്യ ഇന്ത്യൻ പട്ടണം. സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ആദ്യ ഇന്ത്യൻ ജില്ല ചോദിക്കുകയാണെങ്കിൽ 1990 എറണാകുളം ജില്ലയാണ് സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ആദ്യത്തെ ജില്ല എന്ന് പറയുന്നത്. 1990 എറണാകുളം. ആദ്യ പട്ടണം എന്ന് ചോദിച്ചാലോ ആദ്യ നഗരം എന്ന് ചോദിച്ചാലോ അത് കോട്ടയമാണ്. എന്നാൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് കേരളമാണ്. 1991 ഏപ്രിൽ മാസം 18 കേരളത്തെ സമ്പൂർണ്ണ സാക്ഷരതാ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, പഠിച്ചിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തും ഒരു ബേസ് ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം നിർമ്മിക്കപ്പെട്ട സ്ഥലം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ ആർച്ച് ഡാം നിർമ്മിക്കപ്പെട്ട സ്ഥലം ഏതെന്നാണ് ചോദ്യം. ഇന്ത്യയിൽ ആദ്യത്തെ ആർച്ച് ഡാം നിർമ്മിക്കപ്പെട്ട സ്ഥലം ബേസ് ചോദ്യമാണ്. ഏതാ കുട്ടികളെ? ഇന്ത്യയിൽ ആദ്യത്തെ ആർച്ച് ഡാം ഇടുക്കി ആർച്ച് ഡാം ആണല്ലേ? ഇടുക്കി ആർച്ച് ഡാം ആണ്. ഓക്കെ, ഓക്കെ. ഇപ്പോൾ എർത്ത് ഡാം, നമുക്കൊരു പ്രധാനപ്പെട്ട ഒരു എർത്ത് ഡാം ഉണ്ട്. ആ എർത്ത് ഡാം ഏതാണ് കുട്ടികളെ? എർത്ത് ഡാം ഏതാണ്? എർത്ത് ഡാം ഏതാണ്? ആർച്ച് ഡാം ഇടുക്കി ആണെങ്കിൽ എർത്ത് ഡാം ഏതാണ്? എർത്ത് ഡാം പറഞ്ഞ. എർത്ത് ഡാം എർത്ത് ഡാം ബാണസുരസാഗർ ആണ് കേട്ടോ. ബാണസുരസാഗർ ആണ് എർത്ത് ഡാം കേട്ടോ. എർത്ത് ഡാം ബാണസുരസാഗർ ആണ് എർത്ത് ഡാം. ഓക്കെ, ബാണസുരസാഗർ വയനാട് ജില്ലയിലാണ് അല്ലെ? ബാണസുരസാഗർ വയനാട് ജില്ലയിലാണ് ബാണസുരസാഗർ വരുന്നത്. ഓക്കെ, ഈ ബാണസുരസാഗർ ഏത് നദിയിലാ വരുന്നത്? ബാണസുരസാഗർ ഡാം ഏത് നദിയിലാ വരുന്നത്? കബനിയാണോ? കബനി പറയരുത്. കബനിയുടെ പോഷക നദിയാണ്. ഓക്കെ, കബനിയുടെ പോഷക നദിയാണ് കുട്ടികളെ. കബനിയുടെ പോഷക നദിയാണ്. പറ്റിച്ചിട്ടുണ്ട് നിങ്ങളാ. വയനാട് കറക്റ്റാണ്. ബാണസുരസാഗർ ഡാം വയനാട് കറക്റ്റാണ്. കബനി പറയരുത്. കബനിയുടെ പോഷക നദിയാണ്. കരിമൺതോട് റിവർ ആണ് കേട്ടോ. കരിമൺതോട് റിവർ ആണ്. കരിമൺതോട് റിവർ ആണ്. കരിമൺതോട് നദിയിലാണ് ബാണസുരസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏത് ജില്ല എന്നിട്ടാൽ വയനാട് ജില്ല. ഈ കരിമൺതോട് നദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കബനി നദിയുടെ പോഷക നദിയാണ്. ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല ഇതുവരെ ആരും കണ്ടിട്ടില്ല ഈ ഒരു ചോദ്യം? ബാണസുരസാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കരിമൺതോട് നദിയിലാണെന്നുള്ള ചോദ്യം. ഓക്കെ, കരിമൺതോടാണ്. കബനി നദിയുടെ പോഷക നദിയാണ്. വയനാട് ജില്ലയിലാണ്. എർത്ത് ഡാം ആണ്. എർത്ത് ഡാം മീൻസ് പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതിയാലുള്ള തന്നെ ഡാമാണ് അല്ലേ എർത്ത് ഡാം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത് പ്രീവിയസ് ചോദ്യമാണ്, ശ്രദ്ധിച്ചോണം. കബനി കണ്ടില്ലെങ്കിൽ കരിമൺതോട് നോക്കുക കേട്ടോ. കബനി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഏത് നോക്കുക? കരിമൺതോട് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന മെയിൻ എക്സാം എന്ന് പറയാൻ പോകുന്നത്. സെപ്റ്റംബർ 19 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പരീക്ഷകൾ നല്ല ടൈറ്റ് ആവുന്നുണ്ട്. അപ്പം നല്ല നിലവാരത്തിൽ നിങ്ങൾക്ക് പഠിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂലൈ 22 മുതൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ബൂസ്റ്റർ ബാച്ചാണ്. എന്ന് വെച്ചാൽ ഇപ്പം റീസെൻ്റ് ആയിട്ട് തുടങ്ങിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്ത യൂസ് അല്ലേ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ സമയമുണ്ട്, പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആവും. കുറച്ചൊന്ന് പഠിച്ച് ഒന്ന് റിവിഷനൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ യൂസ് ആവുന്നത്. ഇപ്പം റീസെൻ്റായിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കും സഹായകമാകും. ക്ലാസ്സൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. കൂടുതൽ ക്ലാസ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സബ്ജക്റ്റുകൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ മാത്രമേ വേറെ ആൾക്കാർ എടുക്കുന്നുള്ളൂ. ടോട്ടൽ ഫീസ് വരുന്നത് 799 രൂപയാണ്.
ഞാൻ ഫസ്റ്റ് കമന്റിൽ കോഴ്സിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾ അവിടെ കയറിയാൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എല്ലാ എക്സാം കഴിഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻ കഴിയുന്നവരെ നിങ്ങൾക്ക് ആ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവും കേട്ടോ. ശരി, അടുത്ത ദിവസം നോക്കിയേ. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ചോദ്യം. സേവനങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് ചോദ്യം. ഫ്രണ്ട്സ് സംവിധാനം നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനം കുട്ടികളെ? കേരളമാണല്ലേ. ഫ്രണ്ട്സ് സംവിധാനം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഓപ്ഷൻ ബി ആണ്. നല്ലൊരു കണ്ടവ ചോദ്യമായിരുന്നു. ഫ്രണ്ട്സ് സംവിധാനം നടപ്പിലാക്കിയത് ഏതാണ് കുട്ടികളെ? കേരളമാണല്ലേ, കേരളം. ഓക്കെ, ഫ്രണ്ട്സിന്റെ പൂർണ്ണരൂപം പറഞ്ഞേ. ഫ്രണ്ട്സിന്റെ പൂർണ്ണരൂപം പറഞ്ഞേ. സേവന ജനങ്ങൾ ലഭ്യമാക്കുന്നതിന് ഫ്രണ്ട്സ് എന്ന സംവിധാനം നടപ്പിലാക്കിയത് കേരളമാണെങ്കിൽ ഫ്രണ്ട്സിന്റെ പൂർണ്ണരൂപം എന്താ? ഫ്രണ്ട്സിന്റെ പൂർണ്ണരൂപം വളരെ ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫക്റ്റീവ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബർസ്മെന്റ് ഓഫ് സർവീസസ് എന്നാണ് കേട്ടോ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ്, ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലയബിൾ, ഓക്കെ, ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ്, ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ്, എൻ എന്ന് വെച്ചാൽ നെറ്റ്വർക്ക്, ഫോർ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ബർസ്മെന്റ്, DISBURSEMENT, ഡിസ്ബർസ്മെന്റ് ഓഫ് സർവീസസ് എന്നാണ് കേട്ടോ. സർവീസസ് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫാസ്റ്റ്, റിലയബിൾ, ഇൻസ്റ്റന്റ്, എഫക്റ്റീവ് നെറ്റ്വർക്ക് ഫോർ ഡിസ്ബർസ്മെന്റ് ഓഫ് സർവീസസ് എന്നാണ് ഫ്രണ്ട്സിന്റെ പൂർണ്ണരൂപം. കേരളത്തിലാണ് നടപ്പിലാക്കിയത്, ഓർത്തിരിക്കുക. അടുത്ത്, കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി എന്നാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദിയൊക്കെ അറിയാം, അതൊക്കെ വളരെ ബേസ് ചോദ്യമാണ്. ഏതാ കുട്ടികളെ? കേരളത്തിലെ ഏറ്റവും നീളമേറിയ നദി പെരിയാറാണ്. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം. ശിവഗിരി മലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? പെരിയാറാണ് അല്ലേ, പെരിയാർ. ഓക്കെ. ഭാരതപ്പുഴയുടെ നീളവും ഉത്ഭവസ്ഥാനവും പറഞ്ഞേ. ഭാരതപ്പുഴയുടെ നീളം കേരളത്തിൽ 209 കിലോമീറ്റർ. ഭാരതപ്പുഴ കേരളത്തിൽ 209 കിലോമീറ്റർ. ഉത്ഭവസ്ഥാനം ഏതാ കുട്ടികളെ? ആനമല. ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല. ഉത്ഭവസ്ഥാനം ആനമല. ഓക്കെ. പമ്പയുടേതാണെങ്കിൽ പമ്പയുടെ നീളം എത്രയാണ്? പമ്പയുടെ നീളം 176 കിലോമീറ്റർ ആണ്. 176 കിലോമീറ്റർ ആണ്. ഓക്കെ. പമ്പയുടെ 176 കിലോമീറ്റർ ആണ്. എവിടെയാ ഉത്ഭവിക്കുന്നേ? പുളിച്ചിമല. ഉത്ഭവസ്ഥാനം എവിടെയാണ് കുട്ടികളെ? പുളിച്ചിമല. ഉത്ഭവസ്ഥാനം പുളിച്ചിമല. ഇതൊക്കെ ബേസ് ചോദ്യങ്ങളാണ്. ചാലിയാറിൻ്റെതാണെങ്കിൽ 169 കിലോമീറ്റർ. ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം പറഞ്ഞേ. ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം പറഞ്ഞേ. ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകളാണ് അല്ലെ. ഇളമ്പലേരി കുന്നുകളാണ് ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം. ഇളമ്പലേരി കുന്നുകളാണ് ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം. ഓക്കെ, നിങ്ങൾ അത് പറഞ്ഞെങ്കിൽ ഈ ഒഴുകുന്ന ജില്ലകൾ കൂടി പറഞ്ഞേ. അത് എത്ര പേർക്ക് പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഒന്ന് പറഞ്ഞേ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഒന്ന് പറഞ്ഞേ. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ. പെരിയാർ രണ്ട് ജില്ലയിലേ ഒഴുകുന്നുള്ളൂ. അത് ഇടുക്കിയും എറണാകുളവുമാണല്ലേ. എറണാകുളവുമാണ്. പെരിയാർ രണ്ട് ജില്ലയിലേ ഒഴുകുന്നുള്ളൂ. ഒന്ന് ഇടുക്കി, ഒന്ന് എറണാകുളം. ഓക്കെ. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ആരാദ്യം കമന്റ് ചെയ്യാൻ നോക്കാം. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാ? ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ലകൾ. ഭാരതപ്പുഴ ഒരു വല്ലാത്ത പോക്കാണല്ലേ. അത് എല്ലാ ജില്ലയിലും ഒഴുകും. അത് പത്തനംതിട്ട, ഇടുക്കി, തൃശ്ശൂർ എല്ലാം പോയത് ഏതാ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ അല്ലേ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ അല്ലേ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. പമ്പ ഒഴുകുന്ന ജില്ലകൾ പറഞ്ഞേ. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂരാണ് ഭാരതപ്പുഴ. പമ്പ ഒഴുകുന്ന ജില്ലകൾ ആരാ പറയുന്നേ? പമ്പ ഒഴുകുന്ന പമ്പ ഒഴുകുന്നത് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ അല്ലേ.
പമ്പാ നദി ഒഴുകുന്നത് പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. പത്തനംതിട്ട, ഇടുക്കി, ആലപ്പുഴ. ചാലിയാർ ചോദിക്കും. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ ആർക്ക് പറയാം? ഈ പറഞ്ഞെങ്കിൽ ചാലിയാറാണ് ഇത്തിരി ടൈറ്റ് ക്വസ്റ്റ്യൻ. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ കണ്ടുപിടിച്ച് പറഞ്ഞേ. ചാലിയാർ ഏതൊക്കെ ജില്ലകളാണ് ഒഴുകുന്നേ? മലപ്പുറം, വയനാട്, കോഴിക്കോട് അല്ലേ? മലപ്പുറം, വയനാട്, കോഴിക്കോട്. ചാലിയാർ ഒഴുകുന്ന ജില്ലകള് മലപ്പുറം, വയനാട്, കോഴിക്കോട്. മലപ്പുറം, വയനാട്, കോഴിക്കോട്. ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ മലപ്പുറം, വയനാട്, കോഴിക്കോടാണ് ചാലിയാർ ഒഴുകുന്ന ജില്ലകൾ. അപ്പം ഈ പറഞ്ഞ പോയിന്റുകൾ ഓർത്തിരിക്കുക, നോട്ട് ചെയ്ത് വെക്കുക, അറിഞ്ഞാത്ത കാര്യങ്ങൾ. ഓക്കെ അല്ലേ? ശരി. കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി, ഈസി ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി ഏതാ? കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി മീൻസ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചോദ്യം. കേരളത്തിലെ ഏറ്റവും പഴയ ജലവൈദ്യുത പദ്ധതി നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. പള്ളിവാസലാണ്. പള്ളിവാസലാണ് ഏറ്റവും പഴയത്. 1940 ഇടുക്കി ജില്ല മുതിരപ്പുഴ അല്ലേ? 1940 ഇടുക്കി ജില്ല മുതിരപ്പുഴ. 1940 ഇടുക്കി ജില്ല മുതിരപ്പുഴ. ഓക്കെ അല്ലേ? ചിത്തിര തിരുനാൾ ഭരണാധികാരി ആരെന്ന് കേട്ട് കഴിഞ്ഞാല് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഭരണാധികാരി അല്ലേ? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഭരണാധികാരി. ഓക്കെ. ചിത്തിര തിരുനാൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ശ്രദ്ധിച്ച് കേട്ടിട്ട് മറുപടി പറയണം. തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏത് രോഗത്തിന് പ്രസിദ്ധമായ ആശുപത്രിയാണ്? അതൊരു ചോദ്യമാണ്. തിരുവനന്തപുരത്തെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏത് രോഗത്തിന് പ്രസിദ്ധമായ ആശുപത്രിയാണ്? അതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ക്യാൻസർ. അതിന്റെ തൊട്ട് താഴെ റീജിയണൽ ക്യാൻസർ സെന്റർ ഉണ്ട്. അവിടെയാണ് ക്യാൻസർ കേട്ടോ. ഇതിന്റെ മുകളിലാണ്. മുകളിലോട്ട് പോവാ. ഹൃദ്രോഗം കേട്ടോ. കാർഡിയോളജിക്ക് കേട്ടോ. കാർഡിയോളജിക്ക് ഫേമസ് ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്ന കുട്ടികളെ? ഈ പറയുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേട്ടോ. ഈ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ തൊട്ടപ്പുറത്താണ് റീജിയണൽ ക്യാൻസർ സെന്റർ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരത്തുകാർക്കൊക്കെ അറിയായിരിക്കും, അല്ലെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയായിരിക്കും. ഓക്കെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ നമ്മൾ കൂട്ടിരിക്കാനൊക്കെ വന്നിട്ട് വായി നോക്കാൻ പോണത് സാധാരണ അങ്ങോട്ടൊക്കെയാണ് പോണത്. അപ്പോൾ ആ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും? അവരവിടെ നിന്ന് വല്ലതൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പോയി വായി നോക്കിയിട്ട് അവിടെ നിൽക്കും. ഓക്കെ അല്ലേ? നമ്മളല്ല സാമൂഹ്യ വിരുദ്ധർ. ഓക്കെ. ഞാനൊന്നും ആ കൂട്ടത്തിൽ പെടുന്നതല്ല. അപ്പോൾ അത് ഓർത്ത് വെച്ചോണം കേട്ടോ. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുന്നത് ഹൃദ്രോഗ ചികിത്സയ്ക്ക് ഫേമസ് ആയതാണ് കേട്ടോ. ശരി. അടുത്ത പാമ്പാടുംചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ്? പാമ്പാടുംചോല ദേശീയോദ്യാനം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദ്യം. ഏത് ജില്ലയാണ് കുട്ടികളെ? പാമ്പാടുംചോല ആയിക്കോട്ടെ, ആനമുടിച്ചോല ആയിക്കോട്ടെ, മതികെട്ടൻ ചോല ആയിക്കോട്ടെ, എല്ലാ നാഷണൽ പാർക്കും 2003 പ്രഖ്യാപിച്ച എല്ലാ നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. രമ്യ, ഇടുക്കിയിലാണ് കേട്ടോ. പാലക്കാടല്ല. പാലക്കാട് നിങ്ങൾക്ക് സൈലന്റ് വാലി ഉണ്ട്, പറമ്പിക്കുളം ഉണ്ട്, ചൂലന്നൂരുണ്ട്. പക്ഷെ ഈ ചോലകളെല്ലാം ഇടുക്കി ജില്ലയിലാണെന്നുള്ള കാര്യം ഓർത്തോണം. ഈ പറഞ്ഞ 3 ചോലകളും 2003 എന്നുള്ള കാര്യവും കൂടെ ഓർത്തോണം കേട്ടോ. 2003 3 ചോലകളെയും പ്രഖ്യാപിച്ചത്. അടുത്ത ഇത് പ്രീവിയസ് തന്നെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതെന്നാണ് ചോദ്യം. വളരെ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാ കുട്ടികളെ? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം കൊല്ലംകാർക്ക് വേണ്ടിയിട്ടുള്ള കൊല്ലം ജില്ലയിലുള്ള നീണ്ടകരയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകര, കൊല്ലം. നീണ്ടകരയിൽ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റ് ഏതെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാവോ? നീണ്ടകര ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഏത് പ്രോജക്റ്റ് ആണ് നീണ്ടകര ബേസ് ചെയ്തിട്ടുള്ളത്? പറ. നീണ്ടകര ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ്. അതൊരു പ്രീവിയസ് ചോദ്യമാണ്. ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആണ് അല്ലെ? ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആണ്. നീണ്ടകര ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഏതെന്നിട്ട് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് ആണ്. അതൊക്കെ നമുക്കറിയാം. അടുത്ത ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം ആരാണ്? ഇതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചതാണ് അല്ലേ? ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം ആരാണ്? ഹാൾ ടിക്കറ്റ് വന്നു സാറിനാവും. ഓക്കെ, ഹാപ്പി. ഹാൾ ടിക്കറ്റ് വരാത്തതിന് ടെൻഷൻ അടിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. ഓക്കെ, രാവിലെയും വൈകുന്നേരം ഒക്കെ വന്നാടേ ഹാൾ ടിക്കറ്റ്. നോക്കിയേ, ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ ഉണ്ടോ?
ആ ചേട്ടൻ പരീക്ഷ ഉണ്ടോ? ഹോൾ ടിക്കറ്റ് വന്നിട്ട് നോക്കിയിട്ടൊന്ന് പറയണേ. ഉച്ചയ്ക്ക് ശേഷം പരീക്ഷ ഉണ്ടോ, 2 പരീക്ഷ ഉണ്ടോ, അത് ഏതെങ്കിലും മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പറയണേ. ഓക്കെ, ചോരാനുള്ള സാധ്യത ഉണ്ട്, അത് വീണ്ടും നോക്കാം. ആ നോക്കിയിട്ട് വരണമെങ്കിൽ ഇപ്പോൾ നോക്കിയിട്ട് വാ. എപ്പോഴാണ് നോക്കിയിട്ട് പരീക്ഷ നോക്കിയിട്ടാ? ഓക്കെ ശരി. വളരെ ഒളിമ്പിക്സിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം പി.ടി. ഉഷയാണ്. പി.ടി. ഉഷ പോയി നോക്കിയിട്ട് വാ. ഏത് വർഷം? 1980 എവിടെ നടന്ന ഒളിമ്പിക്സറാ? 1980 മോസ്കോയിൽ നടന്ന ഒളിമ്പിക്സിലാണ് പി.ടി. ഉഷ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒളിമ്പിക്സിൽ ഇന്ത്യ പ്രതിനിധീകരിച്ച ആദ്യ മലയാളി വനിതാ താരം പി.ടി. ഉഷ 1980 മോസ്കോ ഒളിമ്പിക്സ്. ദിബു 1984 മെഡൽ നഷ്ടപ്പെട്ടത്. 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലാണ് മെഡൽ നഷ്ടപ്പെട്ടത്. ഓക്കെ പോയി നോക്കിയിട്ട് വാ. 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിലാണ് മെഡൽ നഷ്ടപ്പെട്ടത്. ഓക്കെ, ആദ്യമായി പങ്കെടുക്കുന്നത് 1980 മോസ്കോ ഒളിമ്പിക്സിലാണ്. മാറിപ്പോവരുത്. 1980 മോസ്കോ ഒളിമ്പിക്സിൽ ആദ്യമായി പങ്കെടുക്കുന്നു. 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്യുന്നു? മെഡൽ നഷ്ടപ്പെടുന്നു. ഓക്കെ, എങ്കിൽ ചോദിക്കട്ടെ, ഏത് ഇനത്തിനാണ് മെഡൽ നഷ്ടപ്പെട്ടതെന്ന് ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേ. ഏത് ഇനത്തിനാണ് മെഡൽ നഷ്ടപ്പെട്ടത്? 10 to 11 35. ഓക്കെ, അപ്പൊ രാവിലെ പരീക്ഷ ഉണ്ട്. ഷൈനി വിൽസൺ 84 കേട്ടോ. ഷൈനി വിൽസൺ 84. ഹഡിൽസ് ആണേ, ഹഡിൽസ് ആണ് കേട്ടോ, ഹഡിൽസ്. ഓക്കെ, ഹഡിൽസ് തന്നെയാണ് കേട്ടോ. 400 മീറ്റർ ഹഡിൽസ് ആണ്. 400 മീറ്റർ ഹഡിൽസ് ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി ആരാ? മലയാളി വനിതയാണ് പി.ടി. ഉഷയെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി ആരാ? അതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി ആരാ കുട്ടികളെ? കമന്റ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി ആരാ? അത് സി.കെ. ലക്ഷ്മണൻ അല്ലേ? സി.കെ. ലക്ഷ്മണനാണ്. ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി സി.കെ. ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സ് അല്ലേ? 1924 പാരീസ് ഒളിമ്പിക്സ്. സി.കെ. ലക്ഷ്മണൻ 1924 പാരീസ് ഒളിമ്പിക്സ്. ഓക്കെ, ക്ലിയർ ആണ്. പിന്നെ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മലയാളികൾ നമുക്കറിയാം. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക് ഹോക്കി. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മാനുവൽ ഫെഡറിക് ഹോക്കി. അതുപോലെ 2020 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും PR ശ്രീജേഷ് അടുത്തടുത്ത വർഷങ്ങളിൽ എന്ത് ചെയ്തു? മെഡൽ നേടി. അപ്പം ഒളിമ്പിക്സ് മെഡൽ നേടിയ മലയാളികൾ 2 പേര്, മൊത്തത്തിൽ 3. ഉച്ചയ്ക്കാണ് എക്സാം. അപ്പൊ രാവിലെ ഉച്ചയ്ക്കും ഒക്കെ എക്സാം ഉണ്ട്. ഓക്കെ, ചോരാതെ നിങ്ങൾ വേണം നോക്കാൻ കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. അപ്പം രാവിലെ ഉച്ചയ്ക്ക് ശേഷം എക്സാം ഉള്ള ആൾക്കാർ രാവിലെ പോയി ഓഫീസ് റൂമിൻ്റെ അവിടെ കറങ്ങിയിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുക്കാൻ പോകുന്ന സമയത്ത് ചോദിക്കണം. രാവിലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണല്ലോ എടുക്കുന്നതിനൊക്കെ ചോദിച്ച് ഒന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇത് നടത്തുന്നവർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. അവരെടുത്ത് വെക്കണത് എടുത്ത് കഷ്ടത്ത് വെച്ചുകൊണ്ട് പോകും. ഞാൻ പോയി പരീക്ഷ എടുത്തിട്ട് വരാവേ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചിട്ട് അവരങ്ങ് പോകും. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മളവിടെ നോക്കാം, അവിടെ നോക്കണം. രാവിലത്തെ തന്നെയാണോ കൊണ്ടുപോകുന്നേ? ഓക്കെ, ശരി. അപ്പൊ നമ്മളെ നോക്കി കുട്ടികളെ. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പം ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അത് സി.കെ. ലക്ഷ്മണൻ. 1924 പാരീസ് ഒളിമ്പിക്സ് ആണ്. ഹാൾ ടിക്കറ്റ് വരാത്തവർക്ക് വരും, ടെൻഷൻ ആവണ്ട. മോർണിംഗും ഉച്ചയ്ക്കും ഉണ്ട്. അപ്പം 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ മാനുവൽ ഫെഡറിക് 2020 ടോക്കിയോ ഒളിമ്പിക്സിലും 2024 പാരീസ് ഒളിമ്പിക്സിലും മെഡൽ നേടിയ PR ശ്രീജേഷും. ഈ 2 പേരാണ് എന്ത് കുട്ടികളെ? ഓക്കെ, ഈ 2 പേരാണ് എന്ത് ചെയ്തത്? ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ വ്യക്തികൾ കേട്ടോ. ഓക്കെ, ഓർത്ത് വെച്ചോണേ അത്.
അടുത്ത ചോദ്യം, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം എവിടെയെന്നാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം വന്നൊരു നല്ല ഒരു ചോദ്യമാണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം എവിടെ കുട്ടികളെ? കേരള ക്രിക്കറ്റ് അസോസിയേഷനൊക്കെ തിരുവനന്തപുരത്തല്ലാതെ എവിടെയാ? തിരുവനന്തപുരത്താണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം വരുന്നത്. എവിടെയാണ് കുട്ടികളെ? തിരുവനന്തപുരത്താണ് കേട്ടോ, തിരുവനന്തപുരത്താണ്. ഓക്കെ അല്ലേ? ആ 1950ലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ത് ചെയ്യുന്നത്? സ്ഥാപിതമാകുന്നത്. 1950ലാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് അസോസിയേഷൻ കേരളത്തിലെ ക്രിക്കറ്റ് അസോസിയേഷൻ സ്ഥാപിതമാകുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയുക. കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് ഏതാണ്? പറഞ്ഞേ. 3 സീകളുടെ നാട്. 3 സീകളുടെ നാടില് കേക്ക് സർക്കസ് ക്രിക്കറ്റ്. കേക്ക് സർക്കസ് ക്രിക്കറ്റ്. 3 സീകളുടെ നാട് ഏതാ? തലശ്ശേരി. തലശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബാണ് കേരളത്തിൽ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് കേട്ട് ഞാൻ തലശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബാണ് കേട്ടോ. തലശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബാണ് കേരളത്തിൽ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് എന്ന് കേട്ട് കഴിഞ്ഞാൽ തലശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? തലശ്ശേരി ക്രിക്കറ്റ് ക്ലബ്ബാണ് കേരളത്തിൽ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബ്ബ് കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ടേ. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്. അപ്പം ഓർത്തിരിക്കുക, 3 സീകളുടെ നാട്, കേക്ക് ക്രിക്കറ്റ്, സർക്കസ് ഏതാ കുട്ടികളെ? അത് നമ്മുടെ തലശ്ശേരിയാണ് അല്ലേ, തലശ്ശേരി. ഓക്കെ, കേരള സർക്കസിന്റെ പിതാവ് റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ്. ആരാണ് കേരള സർക്കസിന്റെ പിതാവ്? റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ്. ആരാ കുട്ടികളെ കേരള സർക്കസിന്റെ പിതാവ്? ആരാ പറഞ്ഞേ? കേരള സർക്കസിന്റെ പിതാവ് ആരാണ് കുട്ടികളെ? കീലേരി കുഞ്ഞിക്കണ്ണനാണല്ലേ. കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരള സർക്കസിന്റെ പിതാവ്. കീലേരി കുഞ്ഞിക്കണ്ണനാണ് അല്ലേ, കീലേരി കുഞ്ഞിക്കണ്ണനാണ്. ഓക്കെ, കീലേരി കുഞ്ഞിക്കണ്ണൻ കേരള സർക്കസിന്റെ പിതാവ്. അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച പോയിന്റുകളാണ്. ഓക്കെ അല്ലേ? കേരളത്തിന്റെ കായിക തലസ്ഥാനം അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓർമ്മയുള്ളവർ പറഞ്ഞേ. കേരളത്തിന്റെ കായിക തലസ്ഥാനം ഓർമ്മയുള്ളത് പറഞ്ഞേ. കേരളത്തിന്റെ കായിക തലസ്ഥാനം ഏതാണ്? കേരളത്തിന്റെ കായിക തലസ്ഥാനം നിനക്കൊക്കെ ഈ പറഞ്ഞ കോതമംഗലം കേട്ടോ. കോതമംഗലം കേരളത്തിന്റെ കായിക തലസ്ഥാനം ഏതെന്ന് കേട്ട് കഴിഞ്ഞാല് കോതമംഗലമാണ് കേരളത്തിന്റെ കായിക തലസ്ഥാനം. ഏതാ കുട്ടികളെ? കോതമംഗലം എറണാകുളമാണ് കേട്ടോ. കോതമംഗലം എറണാകുളം. ഓക്കെ, ശരി. എന്നാൽ ഞാൻ ഒരാളുടെ പേര് പറഞ്ഞു തരാം, നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഈ ഒരു ചോദ്യം വന്നതുകൊണ്ട് കയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായർ ആണ് കേട്ടോ. അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായർ ആണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായർ ആണ് കേട്ടോ. ശ്രീജിത്ത് വി നായർ ആണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ അല്ലേ? ശ്രീജിത്ത് വി നായരാണെന്നുള്ള കാര്യമല്ല, ശ്രീജിത്ത് വി നായരാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ശ്രീകുട്ടിയാ? ശ്രീകുട്ടി നിനക്ക് പരിചയമുണ്ടാ? ശ്രീജിത്ത് വി നായരാണ് കേട്ടോ. ശ്രീജിത്ത് വി നായരാണ്. ഓക്കെ, എങ്കിൽ കേരള സ്പോർട്സ് കൗൺസിൽ പറ. കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച വർഷം ഏതാണ്? കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച വർഷം ഏതാണ്? കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച വർഷം ഏതാണ്? കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച വർഷം, കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം, കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? കേരള സ്പോർട്സ് കൗൺസിൽ ആരംഭിച്ച വർഷം ചോദിച്ചിട്ടുണ്ട്. കേരള സ്പോർട്സ് കൗൺസിൽ ഒറ്റ എണ്ണത്തിന് അറിഞ്ഞൂടാ. കേരള സ്പോർട്സ് കൗൺസിൽ 1954. ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കേരള സ്പോർട്സ് കൗൺസിൽ 1954. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് അല്ലെങ്കിൽ സ്ഥാപക നേതാക്കളിൽ ഒരാൾ ആരാ കുട്ടികളെ?
കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് എന്നോ കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക നേതാക്കൾ ഒരാളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോദവർമ്മ രാജ, ജി വി രാജ. കേരള സ്പോർട്സ് കൗൺസിലിൽ 1954 തിരുവനന്തപുരം ജി.വി. രാജ. ഓക്കെ, നിലവിലെ പ്രസിഡന്റ് ആരാ? കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാ കുട്ടികളെ? കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? പറഞ്ഞേ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? സാനു, വി.പി. സാനു അല്ലേ? വി.പി. സാനു. കേരള സ്പോർട്സ് കൗൺസിലിന്റെ നിലവിലെ പ്രസിഡന്റ് ആണെന്ന് കിട്ടി കഴിഞ്ഞാൽ വി.പി. സാനു ആണ് അല്ലേ? വി.പി. സാനു ആണ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണെന്ന് കിട്ടി കഴിഞ്ഞാൽ വി.പി. സാനു ആണ് അല്ലേ? ഓക്കെ. ഹോൾ ടിക്കറ്റ് വേറെ ആർക്കെങ്കിലും വരാതുണ്ടാടെ? ഈ മെസ്സേജ് വരണം എനിക്ക്, ഹോൾ ടിക്കറ്റ് വന്നില്ല എന്ന്. എന്താ സംഭവം? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചിലപ്പം കുറച്ച് കഴിയുമ്പോൾ വരുവാടാ. കാരണം ഇനി 2 സ്റ്റേജിനുള്ളതും വന്നില്ലല്ലോ. 2 സ്റ്റേജും കൂടെ ഇനി വരാവുള്ളൂ. 2 സ്റ്റേജും കൂടെ വരാവുള്ളൂ. അപ്പോൾ വരും, കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. ഒരുപാട് അല്ല, 1-2 പേരല്ല, ഒരുപാട് പേർക്ക് വരാനുണ്ട്. അപ്പം നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഓക്കെ, ടെൻഷൻ ആവണ്ട കേട്ടോ. ആർക്കെങ്കിലും ഒരാൾക്കൊക്കെയാണ് വരാതിരിക്കണമെങ്കിൽ ടെൻഷൻ ആവണം. ഇപ്പം ടെൻഷൻ ആവണ്ട. ഓക്കെ, ഒരുപാട് പേർക്ക് വരാനുണ്ടല്ലേ. ഓക്കെ. ആ, ഉച്ച കഴിഞ്ഞുള്ളതാ വന്നു. അല്ല, രാവിലത്തെയും വന്നിട്ടുണ്ട്. ഓക്കെ, ശരി, നോക്കിയോ. നിങ്ങൾ പറഞ്ഞ കേരള വി സുനിൽകുമാർ നിങ്ങൾ പറഞ്ഞില്ലേ? വി സുനിൽകുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് കേട്ടോ. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ് ആര് കുട്ടികളെ? വി സുനിൽകുമാർ എന്ന് പറയുന്നത് കേട്ടോ. വി സുനിൽകുമാർ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ് കേട്ടോ. വി സുനിൽകുമാർ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആണ്. ഓക്കെ, ഈ കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വി സുനിൽകുമാർ ആണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ്. വി സുനിൽകുമാർ ആണ്. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ ആസ്ഥാനം എവിടെയാണ്? പറഞ്ഞേ. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആസ്ഥാനവും തിരുവനന്തപുരത്താണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആസ്ഥാനം. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? നല്ല ഒരു ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? സഞ്ജു. ഓക്കെ, സഞ്ജു സാംസണെ ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒന്ന് എടുത്തോട്ടെ. കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ ഗുഡ്വിൽ അംബാസിഡർ. ഓക്കെ, ഒരു സെക്കൻഡ്. സഞ്ജു ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് സഞ്ജു സാംസൺ കേട്ടോ. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഗുഡ്വിൽ അംബാസിഡർ. അത് തന്നെ, PR ശ്രീജേഷ്. അങ്ങനെ പല വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ കേട്ടോ പല വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മോഹൻലാലാണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് മോഹൻലാലാണ് കേട്ടോ. മോഹൻലാൽ കേട്ടോ. ക്ലിയർ ആണ്. കേരള ഒളിമ്പിക്സിന്റെ, അതായത് നമ്മുടെ കേരള ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസഡർ ആയിരുന്നു കേട്ടോ. കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസഡർ ആയിരുന്നു സഞ്ജു സാംസൺ. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഗുഡ്വിൽ അംബാസഡർ അത് മോഹൻലാൽ ആണെന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചോദ്യം വരും കേട്ടോ. ക്ലിയർ ആണ്. കേരള സ്കൂൾ ഒളിമ്പിക്സിന്റെ ഗുഡ്വിൽ അംബാസഡർ ആണ് സഞ്ജു സാംസൺ കേട്ടോ. ശരി, അപ്പൊ അത്രയും ഓക്കെ ആണല്ലോ. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മുടെ ചോദ്യം ഇതായിരുന്നു: കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആസ്ഥാനം എവിടെയെന്നായിരുന്നു ചോദ്യം. തിരുവനന്തപുരം. 1950 ആരംഭിക്കുന്നത്. അഡ്വക്കേറ്റ് ശ്രീജിത്ത് വി നായരാണ് നിലവിലെ പ്രസിഡന്റ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു കേരളത്തിന്റെ തലസ്ഥാനം അല്ലെങ്കിൽ കേരളത്തിന്റെ കായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കോതമംഗലം, എറണാകുളമാണ്.
കേരള സ്പോർട്സ് കൗൺസിൽ ഒരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. കേരള സ്പോർട്സ് കൗൺസിൽ 1954 തിരുവനന്തപുരം. അതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും ആദ്യ പ്രസിഡന്റും GV രാജയാണ്, ഗോദവർമ്മ രാജയാണ്. GV രാജ കായിക കേരളത്തിന്റെ പിതാവാണ്. അതുപോലെ കേരള ടൂറിസത്തിന്റെ പിതാവ് GV രാജയാണ് കേട്ടോ. കായിക കേരളത്തിന്റെ പിതാവാണ്, അതുപോലെ കേരള ടൂറിസത്തിന്റെ പിതാവ് ആരാണ്? GV രാജയാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് VP സാനു ആണ് കേട്ടോ. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാ കുട്ടികളെ? VP സാനു ആണ്. നിങ്ങൾ പറഞ്ഞ V സുനിൽകുമാർ കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആണ്. ആര്? V സുനിൽകുമാർ. കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. മോഹൻലാൽ ആണ് കേരള ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഗുഡ്വിൽ അംബാസിഡർ. മോഹൻലാൽ ആണ് അല്ലെ? മോഹൻലാല്. ഇപ്പൊ നമ്മുടെ ഓപ്പറേഷൻ തൂഫാന്റെതും ആരാണ് കുട്ടികളെ? ഓപ്പറേഷൻ തൂഫാൻ ഉണ്ടല്ലോ, നമ്മുടെ രമേശ് ചെന്നിത്തല ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാന്റെയും ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? ഓപ്പറേഷൻ തൂഫാന്റെയും ഗുഡ്വിൽ അംബാസിഡർ ആരെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് മോഹൻലാൽ ആണ് കേട്ടോ. ലെഫ്റ്റ് ആയിക്കോ. ഓപ്പറേഷൻ തൂഫാന്റെയും ഗുഡ്വിൽ അംബാസിഡർ ആരാണ് കുട്ടികളെ? മോഹൻലാൽ ആണ്. ഓപ്പറേഷൻ തൂഫാന്റെയും ഗുഡ്വിൽ അംബാസിഡർ. ഈ ഗുഡ്വിൽ അംബാസിഡറും ബ്രാൻഡ് അംബാസിഡറും തമ്മിൽ വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ, പൈസ വാങ്ങിയിട്ട് പരസ്യങ്ങളിൽ അഭിനയിക്കുന്നത് ബ്രാൻഡ് അംബാസിഡറും, പൈസ വാങ്ങാതെ അവരുടെ ഒരു ഗുഡ്വിൽ എന്ന രീതിയിൽ പരസ്യങ്ങളിലും മറ്റും അഭിനയിക്കുന്നത് ഗുഡ്വിൽ അംബാസിഡറും. ഓക്കെ, പൈസ വാങ്ങി അഭിനയിക്കുന്നത് ബ്രാൻഡ് അംബാസിഡർ, പൈസ വാങ്ങാതെ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഗുഡ്വിൽ അംബാസിഡർ. KSRTCക്ക് മോഹൻലാലാണ് കേട്ടോ. KSRTCക്ക് മോഹൻലാലാണ്. എന്തിനും ഏതിനും ലാലേട്ടൻ. ഓക്കെ അല്ലേ? ശരി. അടുത്ത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതെന്നാണ് ചോദ്യം. താഴെ കൊടുത്ത ശരിയായ ജോഡി ഏതാ പിള്ളേരെ? നോക്കിയേ. അരുൾനൂൽ എഴുതിയിരിക്കുന്നത് ആരാണ്? അരുൾനൂൽ എഴുതിയത് ആരാണ്? അരുൾനൂൽ എഴുതിയത് നിങ്ങൾക്ക് അറിയാം. അരുൾനൂൽ എഴുതിയത് ആരാ? അരുൾനൂൽ എഴുതിയത് വൈകുണ്ഠ സ്വാമികളാണ്. എന്തെഴുതിയത്? അരുൾനൂൽ എഴുതിയത് വൈകുണ്ഠ സ്വാമികളാണ് എഴുതിയത്. ഓക്കെ. ആനന്ദസൂത്രം എഴുതിയത് ആരാ കുട്ടികളെ? ആനന്ദസൂത്രം എഴുതിയത് ആരാണ്? ആനന്ദസൂത്രം എഴുതിയത് ആരാ? പറഞ്ഞേ. അദ്ദേഹം തന്നെയാണോ? ആനന്ദസൂത്രം എഴുതിയത് അദ്ദേഹം തന്നെയാണോ? അതെ, ആനന്ദസൂത്രം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ് അല്ലേ? ആനന്ദസൂത്രം എഴുതിയത് ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി തന്നെയാണ്. ഓക്കെ. പിങ്കള എഴുതിയത് ആരാ? പിങ്കള ആനന്ദ വിമാനം, അങ്ങനെ ഒരുപാടുണ്ട്. ആനന്ദ കുമ്മി, ആനന്ദം എന്ന വാക്കിലൂടെ കുറെ കൃതികളുണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി എഴുതിയിട്ടുള്ളത്. ഓക്കെ. പിങ്കള എഴുതിയത് ആരാ? പിങ്കള എഴുതിയത് ഉള്ളൂരാണ് കേട്ടോ. ഉള്ളൂരാണ് പിങ്കള എഴുതിയത്. ഉള്ളൂരാണ് പിങ്കള എഴുതിയത്. ഉള്ളൂരാണ് പിങ്കള എഴുതിയത്. തലയോട് ആരുടെ നോവലാണ്? തലയോട് ആരുടെ നോവലാണ്? തലയോട് തകഴി അല്ലേ? തലയോട് തകഴി ഏതുമായി ബന്ധപ്പെട്ട് എഴുതിയതാ പിള്ളേരെ? തലയോട് തകഴി ഏതുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ്? എന്ത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് തലയോട് എഴുതിയത്? പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് തകഴി എഴുതിയ നോവലാണ് എന്ന് പറയുന്നത് കുട്ടികളെ? തലയോട്. പുന്നപ്ര വയലാർ സമരം 1946 പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് എഴുതിയ നോവലാണ് ഏത് കുട്ടികളെ? തലയോട്. പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് ഉലക്ക എന്ന നോവൽ എഴുതിയത് ആരാണ്? ഉലക്ക. ദുരവസ്ഥ കുമാരനാശാൻ മലബാർ കലാപം. ഉലക്ക എഴുതിയത് ആരാ? ഉലക്ക P കേശവദേവ് അല്ലേ? ഉലക്ക P കേശവദേവ്. ഓക്കെ. ഉലക്ക P കേശവദേവ് അല്ലേ? ഉലക്ക P കേശവദേവ്. ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചോണം. പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് തകഴി എഴുതിയത് ഏതാ? തലയോട്.
ഓക്കെ, പുന്നപ്ര വയലാർ സമരത്തെ കുറിച്ച് പി കേശവദേവ് എഴുതിയത് ഉലക്ക ഉലക്ക ഉലക്ക. ഓക്കെ അല്ലേ? ആ, ഇനി ഇരുമ്പഴിക്കുള്ളിൽ 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 ആരെഴുതി ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതി? ഒന്ന് പറഞ്ഞേ. ഇരുമ്പഴിക്കുള്ളിൽ ആരെഴുതി എന്ത് സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതി? ഇരുമ്പഴിക്കുള്ളിൽ ആരെഴുതി എന്ത് സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതി? ആലോചിച്ച് പറ. ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് തന്നെയാണ്. ഒറ്റ എണ്ണത്തിന് ഓർമ്മ കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. വി എ കേശവൻ നായർ കറക്റ്റ് ആണ്. വി എ കേശവൻ നായർ കറക്റ്റ് ആണ്. ഏത് സംഭവവുമായി ബന്ധപ്പെട്ട്? ദീപിക കറക്റ്റ് ആണ്. കീഴറിയൂർ ബോംബ് കേസ്. വി എ കേശവൻ നായർ കറക്റ്റ് ആണ്. കീഴറിയൂർ ബോംബ് കേസ്. അല്ലേ? കീഴറിയൂർ ബോംബ് കേസ്. ഓക്കെ. ഇരുമ്പഴിക്കുള്ളിൽ വി എ കേശവൻ നായർ ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ്? കീഴറിയൂർ ബോംബ് കേസ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അമൃതം തേടി ആരെഴുതി ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതി? അമൃതം തേടി ആരെഴുതി ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് എഴുതി? അമൃതം തേടി എഴുതിയത് ഏതുമായി ബന്ധപ്പെട്ടാണ് കുട്ടികളെ? മലയാറ്റൂർ രാമകൃഷ്ണൻ ഏതുമായി ബന്ധപ്പെട്ടാണ്? 1857 കലാപത്തെക്കുറിച്ച് 1857 കലാപത്തെക്കുറിച്ച് ആരെഴുതിയത്? മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ കൃതിയാണ്. 1857 കലാപത്തെക്കുറിച്ച് മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ കൃതിയാണ് ഏത് കുട്ടികളെ? അമൃതം തേടി എന്ന കൃതി. ഓക്കെ. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും ആരെഴുതിയതാണ്? കുറിച്യർ കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന കൃതി എഴുതിയത് ആരാണ്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന കൃതി എഴുതിയത് ആരാണ്? പറ. കുറിച്യരുടെ, അത് കുമാരൻ വയലേരി. ആരാ കുട്ടികളെ? കുമാരൻ വയലേരി. പേര് പഠിച്ചോണം. കുമാരൻ വയലേരിയാണ് എഴുതിയത്. ഏതാ കുട്ടികളെ? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എഴുതിയത് ആരാണ്? കുമാരൻ വയലേരി. ഓക്കെ, ശരി. അപ്പം ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ പറഞ്ഞ കൃതികൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോണേ. മലബാർ കലാപത്തെക്കുറിച്ച് കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് കുമാരനാശാൻ എഴുതിയ കൃതിയാണ് ദുരവസ്ഥ. ഓക്കെ. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് തകഴി എഴുതിയ നോവലാണ് തലയോട്. പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് പി കേശവദേവ് എഴുതിയ കൃതിയാണ് ഉലക്ക. കീഴറിയൂർ ബോംബ് കേസ് 1942 കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ എഴുതിയ കൃതിയാണ് ഇരുമ്പഴിക്കുള്ളിൽ. കീഴറിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് വി എ കേശവൻ നായർ എഴുതിയ കൃതിയാണ് ഏത് കുട്ടികളെ? ഇരുമ്പഴിക്കുള്ളിൽ. 1857 വിപ്ലവത്തെക്കുറിച്ച് മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ കൃതിയാണ്. 1857 വിപ്ലവത്തെക്കുറിച്ച് മലയാറ്റൂർ രാമകൃഷ്ണൻ എഴുതിയ കൃതിയാണ് ഏത് പറയുന്നത്? അമൃതം തേടി. കുറിച്യർ കലാപത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കുമാരൻ വയലേരിയുടെ കൃതിയാണ് ഏത്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും. ഓക്കെ. വയനാട്ടിലേക്കുള്ള അല്ലെങ്കിൽ മലബാറിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവൽ ഏതാണ്? മലബാറിലേക്കുള്ള അല്ലെങ്കിൽ വയനാട്ടിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവൽ ഏതാണ്? എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവൽ ഏതാണ് കുട്ടികളെ? വയനാട്ടിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ മലബാറിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവലാണ് ഏത്? വിഷകന്യക.
കോഴിക്കോട് ജില്ലയിലെ മുക്കം ഗ്രാമം പശ്ചാത്തലമായി വരുന്ന SK പൊറ്റക്കാടിന്റെ കൃതി ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ മുക്കം ഗ്രാമം പശ്ചാത്തലമായി വരുന്ന SK പൊറ്റക്കാടിന്റെ കൃതി ഏതാണ് കുട്ടികളെ? നമ്മളത് പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തതാണ്. മുക്കം കോഴിക്കോട് മുക്കം നാടൻ പ്രേമം. ഏതാ കുട്ടികളെ? നാടൻ പ്രേമം. ഇതൊക്കെ നമുക്ക് ചോദ്യമായി വന്നിട്ടുള്ള കൃതികളാണ് പറഞ്ഞത്. നാടൻ പ്രേമം, വിഷകന്യക, വയനാട്ടിലേക്കുള്ള കുടിയേറ്റം, നാടൻ പ്രേമം, ഈ പറഞ്ഞ പോലെ എന്തില് നമ്മുടെ മുക്കം ഗ്രാമം പശ്ചാത്തലമായി വരുന്ന കൃതിയാണെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത, വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വയലാർ സ്റ്റാലിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരെയാണ്? വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്ന ആരുടെ? CK കുമാരപ്പണിക്കർ അല്ലേ? CK കുമാരപ്പണിക്കരെയാണ് വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത്. ഓക്കെ, വേറൊരാളുണ്ട് ഏകദേശം ഇതേപോലത്തെ ഒരു പേര് വരെ, IK കുമാരൻ മാസ്റ്റർ. ആരാണ് IK കുമാരൻ മാസ്റ്റർ? വയലാർ സ്റ്റാലിൻ CK കുമാരപ്പണിക്കർ ആണെങ്കിൽ IK കുമാരൻ മാസ്റ്റർ ആരാ? IK കുമാരൻ മാസ്റ്റർ ആരാ? IK കുമാരൻ മാസ്റ്റർ. ഹൂ ഈസ് IK കുമാരൻ മാസ്റ്റർ? IK കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു. മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു. മാഹി വിമോചന സമരത്തിന് 1948 ആരംഭിച്ച മാഹി വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന IK കുമാരൻ മാസ്റ്റർ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കറാണ്. ഓർത്തിരിക്കുക. ഓക്കെ, ഈ AG വേലായുധൻ, മുകളിൽ കാണുന്ന AG വേലായുധനിലും ഉണ്ടൊരു ചോദ്യം. AG വേലായുധന്റെ ചോദ്യം ആര് കമന്റ് ചെയ്യും? ആദ്യം AG വേലായുധനുമുണ്ട് ഒരു ചോദ്യം. AG വേലായുധന്റെ ചോദ്യം ആര് കമന്റ് ചെയ്യും? AG വേലായുധന്റെ ചോദ്യം ആര് കമന്റ് ചെയ്യും? ആരും കമന്റ് ചെയ്യുന്നില്ല. AG വേലായുധൻ. PSC ആദ്യ ചെയർമാൻ അല്ല, അത് VK വേലായുധൻ കേട്ടോ. ആദ്യം ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇവിടെ PSC ആദ്യ ചെയർമാൻ VK വേലായുധന്റെ വേറൊരു വേലായുധന്റെ മുള്ളംകൊല്ലി വേലായുധൻ. അതുകൊണ്ട് കമന്റ് ചെയ്യും. നടന സിനിമയിലെ ലാലേട്ടൻ എന്ന് കമന്റ് ചെയ്യും. വേറെ വേലായുധൻ, പിന്നെ നമ്മളെ മുരുകന്റെ പേര് വേലായുധൻ എന്നൊരു വേലായുധൻ ഉണ്ട്. അതുകൂടെ പറയും. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി കേട്ടോ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയാണ് AG വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷിയുടെ പേരാണ് AG വേലായുധൻ. PSCയുടെ ആദ്യ ചെയർമാന്റെ പേര് VK വേലായുധൻ. PSCയുടെ ആദ്യ ചെയർമാന്റെ പേര് VK വേലായുധൻ. ഓക്കെ അല്ലേ? AG വേലായുധൻ പാലിയം സത്യാഗ്രഹത്തിന്റെ 1947 പാലിയം സത്യാഗ്രഹത്തിന്റെ ആദ്യ രക്തസാക്ഷിയായ വ്യക്തിയാണ് ആര് കുട്ടികളെ? AG വേലായുധൻ. ഓക്കെ, വേലായുധനെ പിടിച്ചോണ്ട് വന്നിരിക്കും PSCയുടെ ചെയർമാനെന്ന്. ഓക്കെ, അടുത്ത ദിവസം ചെയ്യടാ. ചെയ്യൂ. ചുവടെ തന്നിരിക്കുന്നവയിൽ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ. ഓക്കെ, നോക്കടാ. കല്ലുമാല സമരം വർഷം 1915 പെരിനാട് ലഹള എന്നറിയപ്പെടുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. ഓക്കെ, കല്ലുമാല സമരം 1915 പെരിനാട് ലഹള എന്നറിയപ്പെടുന്നു. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലാണ്. വിമോചന സമരം 1959. അത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? വിമോചന സമരം 1959. പൊക്കോ ലെഫ്റ്റ് ആയിക്കോ. 1959 ആരുടെ നേതൃത്വത്തിലായിരുന്നു വിമോചന സമരം? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു അല്ലെ? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിലായിരുന്നു വിമോചന സമരം. മന്നത്ത് പത്മനാഭൻ, സീറോ മലബാറി സഭ, അതുപോലെ അതായത് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ NSS, പിന്നെ സീറോ മലബാർ സഭ, അതുപോലെ മുസ്ലിം ലീഗ്, അങ്ങനെ ഒരുപാട് പേര് വിമോചന സമരത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും വിമോചന സമരത്തിന്റെ പ്രധാന നേതാവായി നമ്മൾ പഠിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ്.
1959 വിമോചന സമരം നടക്കുന്നത്. ഓക്കെ, ആ വിമോചന സമരത്തെ തുടർന്ന് ഒന്നാം EMS മന്ത്രിസഭ രാജിവെക്കേണ്ട സാഹചര്യമുണ്ടായി. ഒന്നാം EMS മന്ത്രിസഭ താഴെ വീഴാൻ കാരണമായ സമരമാണ് വിമോചന സമരം. പക്ഷേ നിങ്ങൾക്ക് ആസ് പെർ SCERT തന്നെ പഠിക്കാറുണ്ട് വിമോചന സമരത്തിന്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ. വിമോചന സമരത്തിലേക്ക് എത്തിയ 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ, 2 ബില്ലുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? വിമോചന സമരത്തിന് കാരണങ്ങൾ, ഒന്ന് വിദ്യാഭ്യാസ ബില്ല് അല്ലെ, വിദ്യാഭ്യാസ ബില്ല്, അതുപോലെ കാർഷിക ബന്ധ ബില്ല്, വിദ്യാഭ്യാസ ബില്ലും കാർഷിക ബന്ധ ബില്ലും. ഓക്കെ, വിദ്യാഭ്യാസ ബില്ല്, കാർഷിക ബന്ധ ബില്ല്, ഈ 2 കാര്യങ്ങൾ കാരണമാണ് വിമോചന സമരം ഉണ്ടായത്. 1959 മന്നത്ത് പത്മനാഭൻ, അതായത് NSS, സീറോ മലബാർ സഭ, അതുപോലെ മുസ്ലിം ലീഗ്, ഇവരെല്ലാവരും നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഒരു സമരമാണ് വിമോചന സമരം എന്ന് നമുക്കറിയാം. ഓക്കെ, കുറിച്യർ കലാപം 1812 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് കുറിച്യർ കലാപം അല്ലെ. 1812 രാമൻ നമ്പിയുടെ നേതൃത്വത്തിൽ നടന്നതാണ് എന്ന് പറയുന്നത് കുറിച്യർ കലാപം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വില്ലുവണ്ടി സമരം നമുക്കറിയാം. വില്ലുവണ്ടി സമരം 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ, 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് എന്ന് പറയുന്നത് വില്ലുവണ്ടി സമരം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 1ഉം 4ഉം അല്ലെ, 1ഉം 4ഉം. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അതൊക്കെ ഈസി ക്വസ്റ്റ്യൻ, വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 80+ ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് നടത്തിയ ചരിത്ര പ്രസിദ്ധമായ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയ നേതാവാണെന്നാണ് ചോദ്യം. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് മദ്രാസ് ഗവൺമെന്റിന് മലബാറിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൊടുക്കാൻ, മലബാറിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് AK ഗോപാലൻ, ആയില്യത്ത് കുറ്റ്യാരി ഗോപാലൻ എന്ന AK ഗോപാലന്റെ നേതൃത്വത്തിൽ നടത്തിയ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ജാഥയാണ് എന്ന് പറയുന്നത് പട്ടിണി ജാഥ എന്ന് പറയുന്നത്. ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് 1931 VT ഭട്ടതിരിപ്പാട് സംഘടിപ്പിച്ച ജാഥയുടെ പേരെന്താണ്? ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് 1931 VT ഭട്ടതിരിപ്പാട് ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായിട്ട് 1931 VT ഭട്ടതിരിപ്പാട് സംഘടിപ്പിച്ചതാണ് ഏത് കുട്ടികളെ? യാചന യാത്ര. ഏതാ കുട്ടികളെ? യാചന യാത്ര. ഓക്കെ, യാചന യാത്ര. മിശ്ര വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1968 VT ഭട്ടതിരിപ്പാട് സംഘടിപ്പിച്ച യാത്രയുടെ പേരെന്താ കുട്ടികളെ? പറഞ്ഞേ, ആർക്ക് പറയാ? സാമൂഹ്യ പരിഷ്കരണ ജാഥ. ഏതാ കുട്ടികളെ? സാമൂഹ്യ പരിഷ്കരണ ജാഥ. എന്താണ് കുട്ടികളെ? സാമൂഹ്യ പരിഷ്കരണ ജാഥ കേട്ടോ. സാമൂഹ്യ പരിഷ്കരണ ജാഥ. ഓക്കെ, സാമൂഹ്യ പരിഷ്കരണ ജാഥ 1968 ആരാണ് കുട്ടികളെ? VT ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ്. നിങ്ങൾക്ക് ഇതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് യാചന യാത്ര ചോദിക്കും, പട്ടിണി ജാഥ ചോദിക്കും. ഓക്കെ അല്ലേ? എങ്കിൽ നിങ്ങൾ ഈ സ്ഥലങ്ങളൂടെ ഒന്ന് പറയണം. 1968 സാമൂഹ്യ പരിഷ്കരണ ജാഥ അത് എവിടെ മുതൽ എവിടം വരെയായിരുന്നു? പറ. സാമൂഹ്യ പരിഷ്കരണ ജാഥ എവിടം മുതൽ എവിടം വരെയായിരുന്നു? പറഞ്ഞേ.
കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെയായിരുന്നു കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെയാണ് ഈ പറയുന്ന സാമൂഹ്യ പരിഷ്കരണ ജാഥ. 1968 മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കാനായിട്ട് VT ഭട്ടതിരിപ്പാടിന്റെ സാമൂഹ്യ പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരം വരെ. 1931 ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് യാചന യാത്ര അത് എവിടം മുതൽ എവിടം വരെയായിരുന്നു? പറ. പറഞ്ഞേ. അത് തൃശ്ശൂര് മുതൽ ചന്ദ്രഗിരി പുഴ വരെ. 1931 യാചന യാത്ര. എങ്കിൽ ജീവശിഖ യാത്ര ഏത് വർഷം, എവിടം മുതൽ എവിടം വരെ, ആര് സംഘടിപ്പിച്ചു, ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്ന് പറഞ്ഞേ. ജീവശിഖ യാത്ര വർഷം വന്നിട്ടില്ല. മന്നത്ത് കറക്റ്റാണ്. മന്നത്ത് പത്മനാഭൻ കറക്റ്റാണ്. ജീവശിഖ യാത്ര വർഷം വന്നിട്ടില്ല. പോരാ. വർഷം 1959. യാത്രയുടെ പേര് ജീവശിഖ യാത്ര. റീസൺ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് എവിടം മുതൽ എവിടം വരെ, അത് പറ. എവിടം മുതൽ എവിടം വരെ? ഒരു സിനിമയുണ്ട് ആ പേരില്, ആ സ്ഥലത്തിന്റെ പേരിൽ ഒരു സിനിമയുണ്ട്. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. ഓക്കെ. ഇനിയുമുണ്ട് പിള്ളേരെ രാജധാനി മാർച്ച് ഏത് വർഷം, ആര് സംഘടിപ്പിച്ചു, എന്തിന് സംഘടിപ്പിച്ചു? പറഞ്ഞേ. രാജധാനി മാർച്ച് 1938 അക്കമ്മ ചെറിയാൻ എന്തിനു വേണ്ടിയിട്ട്? ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട് തിരുവനന്തപുരം അതായത് തമ്പാനൂര് മുതൽ കവടിയാർ വരെ. ഓക്കെ, അവർ കുറച്ച് ദൂരെ വന്നോളൂ. തമ്പാനൂര് മുതൽ കവടിയാർ വരെ. ഓക്കെ അല്ലേ കുട്ടികളെ? അപ്പൊ ഇതൊക്കെ പ്രധാനപ്പെട്ട യാത്രകളാണ്. സവർണ ജാഥയുണ്ട്, വില്ലുവണ്ടി സമരമുണ്ട്. പിന്നെ നമ്മുടെ സവർണ ജാഥ എവിടെ നിന്ന്, നാഗർകോവിലിൽ നിന്ന് സവർണ ജാഥ കൊണ്ടുവന്ന ME നായിഡു ഉണ്ട്. അത് നമ്മൾ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ചെയ്തതാണ്. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെ വന്ന മന്നത്ത് പത്മനാഭന്റെ സവർണ ജാഥയുണ്ട്. അതോടൊപ്പം നിങ്ങൾ പഠിച്ചിരിക്കേണ്ട യാത്രകളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നുകൂടെ പറയണോ ആർക്കെങ്കിലും? ഈ പറഞ്ഞ യാത്രകൾ ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ വേണ്ടേ? യെസ് ഓർ നോ? വേണ്ടല്ലോ. വേണമെങ്കിൽ പറ. എല്ലാ യാത്രകളും നിങ്ങളുടെ മുന്നിലുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. വേണമെന്നോ വേണ്ടെന്നാണോ എന്തോ ഒരു എസ് വരുന്നുണ്ട്. ഓക്കെയാണ്. വേണമെങ്കിൽ വേണമെന്ന് കമന്റ് ചെയ്യണേ. ഒന്നുകൂടെ. ഓക്കെ, വേണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ശരി. സോ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണേ. ആദ്യം വർഷം 1900 നമുക്ക് പച്ചയെടുക്കാം. പച്ചയിൽ വരണം. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് AK ഗോപാലൻ. അല്ലെങ്കിൽ AKG, രണ്ടും ഒരാളാണ്. ആയില്യത്ത് കുറ്റിയാരി ഗോപാലൻ. എന്തിനാണ് പട്ടിണി ജാഥ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് മലബാറില് ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മദ്രാസ് ഗവൺമെന്റിനെ അറിയിക്കുക. പിന്നെ ദരിദ്ര വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിന് ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് 1931
യാചനയാത്ര സംഘടിപ്പിച്ചത് VT ഭട്ടതിരിപ്പാട്. തൃശ്ശൂര് മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയാണ്, തൃശ്ശൂര് മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെയാണ് യാചനയാത്ര. ഓക്കെ. മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി 1968 VT ഭട്ടതിരിപ്പാട് സംഘടിപ്പിച്ചതാണ് സാമൂഹ്യ പരിഷ്കരണ യാത്ര. അത് കാഞ്ഞങ്ങാട് മുതൽ തിരുവനന്തപുരത്ത് എവിടെ നേട്ട് കഴിഞ്ഞാൽ ചെമ്പഴന്തി അല്ലേ, തിരുവനന്തപുരത്ത് എവിടെ നേട്ട് കഴിഞ്ഞാൽ ചെമ്പഴന്തി വരെയാണ്, ചെമ്പഴന്തി വരെ. ഇനി 1959 വിമോചന സമരവുമായി ബന്ധപ്പെട്ട് ജീവശിഖ യാത്ര സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ. അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി 1938 ഉത്തരവാദ ഭരണ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മുതൽ കവടിയാർ വരെ അക്കമ്മ ചെറിയാൻ എന്ത് നടത്തി? രാജധാനി മാർച്ച് നടത്തി. അപ്പം നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനും, നാഗർകോവിൽ മുതൽ തിരുവനന്തപുരം വരെ സവർണജാഥ നടത്തിയത് ME നായിഡുവുമാണ്. ME നായിഡു. നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ME നായിഡു ഉണ്ടായിരുന്നു. സോ ബി കെയർഫുൾ. ME നായിഡു വീണ്ടും കറങ്ങി കയറി വരും. ഓക്കെ അല്ലേ?